ഹലോ ഫ്രണ്ട്സ്, കോമ്പാക്ഷനും കൺസോളിഡേഷനും തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. ജിയോ ടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, സോയിൽ മെക്കാനിക്സ് ഇതിലൊക്കെ വരുന്ന ഒരു ടോപ്പിക്കാണിത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഒരു സോയിൽ മാസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയാണ് ഉണ്ടാവുക? സോളിഡ് പാർട്ടിക്കിൾസ് ഉണ്ടാവും, വാട്ടർ ഉണ്ടാവും, എയർ ഉണ്ടാവും. അതൊക്കെ ഈ ഒരു എന്താ പറയുക, ഇപ്പം ഒരു മൂന്നാമത്തെ പിക്ചർ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഈ ഒരു പിക്ചറിലെ പോലെയാണ് അത് അറേഞ്ച് ചെയ്തിട്ട് ഉണ്ടാവുക. ഇങ്ങനെ സോളിഡ് പാർട്ടിക്കിൾസ് തമ്മിൽ കണ്ടോ ചെറിയ ചെറിയ ഗ്യാപ്സ് ഉണ്ടായിരിക്കും. ഈ ഗ്യാപ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പോർസ് എന്ന് പറയുന്നത്. ഈ പോർസിൻ്റെ അകത്താണ് വാട്ടർ അല്ലെങ്കിൽ എയർ ഫിൽഡ് ആയിട്ടിരിക്കുക. ഇത് 3 ഫേസ് ഡയഗ്രാണ്. രണ്ടാമത് കാണുന്ന ഈ ഒരു പിക്ചർ 3 ഫേസ് ഡയഗ്രാണ്. ഇതിനെക്കുറിച്ച് നമ്മളൊരു വീഡിയോ സിയൽ ക്യാപ്പിൽ മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ആ ഒരു വീഡിയോയും കൂടിയും കാണാവുന്നതാണ്. അപ്പോൾ ഈ സോയിൽ മാസിൽ ഒരു എക്സ്റ്റേണൽ ലോഡ് വരികയാണ്, അല്ലെങ്കിൽ ഒരു എക്സ്റ്റേണൽ പ്രഷർ വരികയാണ്. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ഈ സോയിൽ മാസിനകത്തുള്ള ഈ പോർസ് ഉണ്ടല്ലോ, അതിൻ്റെ അകത്തുള്ള വാട്ടറോ അല്ലെങ്കിൽ എയറോ ഇത് എസ്കേപ്പ് ചെയ്ത് പോവും. അപ്പോൾ അവിടെ എന്താ സംഭവിക്കുക? ആ ഒരു സോയിൽ മാസിൻ്റെ വോളിയം റിഡക്ഷൻ സംഭവിക്കും. ഇങ്ങനെ നടക്കുന്ന ഈ ഒരു സോയിലിൻ്റെ ബിഹേവിയറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കംപ്രസിബിലിറ്റി എന്ന് പറയുന്നത്. ഈ ഒരു കംപ്രസിബിലിറ്റി എന്നുള്ള വേർഡും നമുക്ക് സോയിൽ മെക്കാനിക്സിൽ കോമൺ ആയിട്ട് കേൾക്കാൻ പറ്റുന്നൊരു വേർഡാണ്. അപ്പോൾ അതിനെപ്പറ്റി ഇത് ഇവിടെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയണില്ല. ഇപ്പോൾ ഈ ഒരു വോളിയം റിഡക്ഷനെയാണ് നമ്മൾ കംപ്രസിബിലിറ്റി എന്ന് പറയുന്നതെന്ന് മാത്രം ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി ഈ വോളിയം റിഡക്ഷൻ എന്ന് പറഞ്ഞു. ഈ വോളിയം റിഡക്ഷൻ എങ്ങനെയൊക്കെ സംഭവിക്കാം? ഈ പോർസിൻ്റെ അകത്തുള്ള എയർ എസ്കേപ്പ് ചെയ്യുന്നത് കൊണ്ടോ വാട്ടർ എസ്കേപ്പ് ചെയ്യുന്നത് കൊണ്ടോ നടക്കാം. അങ്ങനെ എയർ ആണ് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യുന്നത് എങ്കിൽ ആ ഒരു വോളിയം റിഡക്ഷനെയാണ് നമ്മൾ കോമ്പാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അവിടെ പോർസിൽ നിന്നുള്ള വാട്ടർ അതല്ലെങ്കിൽ പോർ വാട്ടറാണ് അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്നത് എന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ കൺസോളിഡേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് കോമ്പാക്ഷനും കൺസോളിഡേഷനും തമ്മിലുള്ള ഡിഫറൻസസ് ആണ്. ഓക്കെ, ഇത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞ പോയിൻ്റ് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും ആദ്യത്തെ ഡിഫറൻസ് വരുന്നത്. കോമ്പാക്ഷൻ എന്ന് പറയുന്നത് വോളിയം റിഡക്ഷൻ ഡ്യൂ ടു എസ്കേപ്പ് ഓഫ് എയർ ആണ്. കൺസോളിഡേഷൻ എന്ന് പറയുന്നത് വോളിയം റിഡക്ഷൻ ഡ്യൂ ടു എസ്കേപ്പ് ഓഫ് വാട്ടർ ആണ്. ഓക്കെ, ഇനി നമുക്ക് ടേബിളർ ഫോമിൽ നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ മെയിൻ ഡിഫറൻസസ് വരുന്നതെന്ന്. ആദ്യത്തെ പോയിൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെ, ഈ എയർ എസ്കേപ്പ് ചെയ്യുന്നതിന് കോമ്പാക്ഷൻ എന്നും വാട്ടർ എസ്കേപ്പ് ചെയ്യുന്നതിന് കൺസോളിഡേഷൻ എന്നും പറയുന്നു. രണ്ടാമത് വരുന്ന പോയിൻ്റ്, കോമ്പാക്ഷൻ ഒരു മിക്കപ്പോഴും ആർട്ടിഫിഷ്യൽ പ്രോസസ്സായിരിക്കും, പക്ഷേ കൺസോളിഡേഷൻ എന്ന് പറയുന്നത് നാച്ചുറൽ പ്രോസസ്സായിരിക്കും. അതായത് കോമ്പാക്ഷൻ നമ്മൾ ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ലോഡ്സോ അതല്ലെങ്കിൽ മെഷീൻസോ വെച്ചിട്ടാണ് സോയിലിലേക്ക് ആ ഒരു പ്രഷർ അപ്ലൈ ചെയ്യുക. പക്ഷേ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞാൽ അത് നാച്ചുറലായിട്ട് ഒരു കൺസ്ട്രക്ഷൻ ചെയ്തതിന് ശേഷമായിരിക്കും മിക്കപ്പോഴും ഈ ഒരു പ്രോസസ്സ് നടക്കുന്നുണ്ടാവുക. അതുപോലെ മെക്കാനിക്കൽ ലോഡ്സ്, റാപ്പിഡ് ആയിട്ടുള്ള ഡൈനാമിക് ലോഡ്സ് ആയിരിക്കും ഈ കോമ്പാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടാവുക. പക്ഷേ കൺസോളിഡേഷൻ എന്ന് പറയുമ്പോൾ സ്റ്റഡി ആയിട്ടുള്ള സ്റ്റാറ്റിക് ലോഡ്സ് ആണ് ആ ഒരു പ്രോസസ്സിന് റെസ്പോൺസിബിളായിട്ട് വരിക. ഓക്കെ, ഇപ്പം കോമ്പാക്ഷൻ്റെ മെയിനായിട്ട് നമ്മൾ കോമ്പാക്ഷൻ ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് ഈ റോളർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ റോളറിലൊക്കെ എന്താ സംഭവിക്കുന്നത്? കണ്ടിന്യൂസ് ആയിട്ടുള്ള ചെറിയ ചെറിയ ഇൻ്റർവെൽ ഓഫ് ടൈമിൽ ഈ സോയിലിലേക്ക് ഇങ്ങനെ ലോഡ് ഡൈനാമിക് ആയിട്ട് മെക്കാനിക്കലായിട്ട് നമ്മൾ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ കൺസോളിഡേഷനിൽ സംഭവിക്കുന്നത് എന്താണ്? ഒരു സ്ട്രക്ചർ ബിൽറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആ ഒരു സ്ട്രക്ചറിൻ്റെ ലോഡ് കൊണ്ട് ഉണ്ടാവുന്ന ഒരു വോളിയം റിഡക്ഷനാണ് കൺസോളിഡേഷൻ. ഓക്കെ, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ കൺസോളിഡേഷൻ എന്ന് പറയുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ലോങ് ആയിട്ടുള്ള ടൈമിലാണ് കൺസോളിഡേഷൻ സംഭവിക്കുക. പക്ഷേ കോമ്പാക്ഷൻ വെരി ക്വിക്കായിട്ടുള്ള പ്രോസസ്സാണ്. അതൊക്കെയാണ് നമ്മൾ അടുത്ത പോയിന്റുകളായിട്ട് പറയുന്നത്. കോമ്പാക്ഷൻ എന്ന് പറയുന്ന വളരെ ക്വിക്കായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. കൺസോളിഡേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇനി കോമ്പാക്ഷൻ ഏത് ടൈപ്പ് സോയിലിൽ വേണമെങ്കിലും സംഭവിക്കാം. അത് നമുക്ക് ഏത് ടൈപ്പ് സോയിലിൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാം കോമ്പാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ്. പക്ഷേ കൺസോളിഡേഷൻ മോസ്റ്റ് കോമൺ ആയിട്ട് നടക്കുന്നത് കൊഹസീവ് സോയിൽസിലാണ്. കൊഹസീവ് സോയിൽസ് എന്ന് പറഞ്ഞാൽ അതിലും എസ്പെഷ്യലി ലോ പെർമിയബിൾ ക്ലേസിലാണ് കൂടുതലായിട്ട് നടക്കുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്?
നമുക്കറിയാമല്ലേ, കൊഹസീവ് സോയിൽസിന് ഒരുപാട് യുണീക്കായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. എക്സാമ്പിളായിട്ട് ഹൈ പ്ലാസ്റ്റിസിറ്റിയാണ്, അതുപോലെ തന്നെ പാർട്ടിക്കിൾ സൈസ് വളരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് കൂടുതലാണ്. അതുപോലെ ഡ്രെയിനേജ് ക്യാരക്ടറിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ വളരെ സ്ലോ ആണ് ഡ്രെയിനേജ്. അപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ വാട്ടറിൻ്റെ ക്വാണ്ടിറ്റി അളവ് കൂടുതലായിരിക്കും. അതിൻ്റെ പോഴ്സിലൊക്കെ കൂടുതലായിട്ട് വാട്ടറാണ് ഉണ്ടാവുക. സോ അതുകൊണ്ട് തന്നെ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് കൊഹസീവ് സോയിൽസിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞത് തന്നെയാണ് അടുത്ത പോയിൻ്റായിട്ട് വരുന്നത്. കോമ്പാക്ഷൻ പെട്ടെന്ന് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. കൺസ്ട്രക്ഷൻ ചെയ്യുന്നതിൽ മുന്നാണ് കോമ്പാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ കൺസോളിഡേഷൻ നാച്ചുറലി സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ചെയ്തതിന് ശേഷമാണ്. വളരെ സ്ലോ ആയിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ലാസ്റ്റ് പോയിൻ്റ്, കോമ്പാക്ഷൻ ചെയ്യുന്നത് മൂലം നമുക്ക് സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി, ഷിയർ സ്ട്രെങ്ത് പോലെയുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ നമ്മൾ കോമ്പാക്ഷൻ ചെയ്യാതെയാണ് കൺസ്ട്രക്ഷൻ ചെയ്യുന്നത് എങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക? ആ സോയിൽ സെറ്റിലാവാനും അത് മുഖേന സ്ട്രക്ചർ ഫെയിലിയർ ഉണ്ടാവാനും ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങുന്നതിന് മുന്നേ അവിടെ കോമ്പാക്ഷൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ സോയിലിൻ്റെ ബിഹേവിയർ മനസ്സിലാക്കി അവിടെ കാര്യങ്ങൾ ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കൺസോളിഡേഷൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ കൺസോളിഡേഷൻ കഴിഞ്ഞാലും കൺസോളിഡേഷൻ്റെ പ്രോസസ്സ് നടക്കുമ്പോഴും സോയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഇമ്പ്രൂവ് ആവും. ബെയറിംഗ് കപ്പാസിറ്റി കൂടും, ഷിയറിംഗ് സ്ട്രെങ്ത് ഒക്കെ കൂടും. പക്ഷേ ഇത് സംഭവിക്കുന്നത് എപ്പോഴാണ്? ഈ കൺസ്ട്രക്ഷൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പോൾ അത് കൊണ്ട് നമ്മുടെ സ്ട്രക്ചറിന് എന്താ സംഭവിക്കുക? സെറ്റിൽമെൻറ്റ് ഉണ്ടാവുകയാണ് ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ഈ ക്ലേയി സോയിൽസ് അല്ലെങ്കിൽ കൊഹസീവ് സോയിൽസിലൊക്കെയാണ് നമ്മൾ കൺസ്ട്രക്ഷൻ വർക്ക് തുടങ്ങുന്നതെങ്കിൽ അവിടുത്തെ സോയിലിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഇംപ്രൂവിങ് ടെക്നിക്സ് അവിടെ കൊടുത്തിട്ട് വേണം, അതിന് ശേഷം മാത്രമേ നമ്മളൊരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. ഇതൊക്കെയാണ് കോമ്പാക്ഷനും കൺസോളിഡേഷനും തമ്മിലുള്ള ഡിഫറൻസസ്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.